നമസ്കാരം. സൗന്ദര്യം കൊണ്ടും കഴിവുകൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായ്. 1994 ലോകസുന്ദരിയായ ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരം തമിഴ് സിനിമയിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവറിലൂടെയായിരുന്നു ഐശ്വര്യയുടെ വരങ്ങേറ്റം. പിന്നീട് ബോളിവുഡിലെത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു. ഇന്ത്യൻ സിനിമാ രംഗത്ത് താരറാണിയായിരിക്കെയാണ് ഐശ്വര്യ കരിയറിനുള്ള പ്രാധാന്യം കുറിച്ചത്. എന്നാൽ ഇന്നും നടിയുടെ താരമൂല്യത്തിന് ഇടിവ് വന്നിട്ടില്ല. ലോകസുന്ദരി പട്ടം നേടിയാണ് ഐശ്വര്യ സിനിമയിലെത്തുന്നത്. തമിഴിലൂടെയായിരുന്നു ഐശ്വര്യ കരിയർ ആരംഭിച്ചത്. പിന്നാലെ ബോളിവുഡിലെത്തുകയായിരുന്നു. അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സിനിമയിലെ താരറാണിയായി ഐശ്വര്യ വളരുകയായിരുന്നു. ബോളിവുഡ് സജീവമായിരിക്കുമ്പോഴാണ് തമിഴിലും ഐശ്വര്യ അഭിനയിച്ചു പോന്നിരുന്നത്. ഓൺ സ്ക്രീനിലെ പ്രകടനവും സൗന്ദര്യവും മാത്രമല്ല ഐശ്വര്യയെ ജനപ്രിയമാക്കുന്നത്. തന്റെ വ്യക്തിത്വവും കാഴ്ചപ്പാടും ഒക്കെ ഐശ്വര്യ ആരാധകരുടെ പ്രിയങ്കരിയാക്കാറുണ്ട്. ഒരിക്കൽ പോലും പൊതുവേദിയിൽ ഐശ്വര്യയുടെ ഭാഗത്തു നിന്നും മോശം പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നാളിതുവരെ സെറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഐശ്വര്യയിൽ നിന്നുണ്ടായതായി ആരും ആരോപിച്ചിട്ടുമില്ല. വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന താരങ്ങൾ പോലും ആരാധിക്കുന്ന താരമാണ് ഐശ്വര്യ റായ്. എന്നാൽ ഒരിക്കൽ മാത്രം ഐശ്വര്യയ്ക്ക് തന്റെ നിയന്ത്രണം വിട്ടു പെരുമാറേണ്ടി വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തന്നോട് മോശമായി പെരുമാറിയ ഒരു നടനെ കാരണത്ത് അടിക്കേണ്ടി വന്നിട്ടുണ്ട് ഐശ്വര്യ റായ്ക്ക് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. സംഭവം നടക്കുന്നത് ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു. ഒരു പ്രമുഖ തമിഴ് നടനെ ഐശ്വര്യ കാരണത്തടിച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന ഒരു പാർട്ടിയിൽ വെച്ച് നടൻ മോശമായി സ്പർശിച്ചപ്പോൾ ഐശ്വര്യ നടന്റെ കാരണത്തടിച്ചു എന്നായിരുന്നു വാർത്ത. എന്നാൽ ഗോസിപ്പ് കോളങ്ങൾ ആ നടൻ ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ചില കണ്ടെത്തലുകൾ കണ്ടെത്തി. സോഷ്യൽ മീഡിയയിൽ ചില പറഞ്ഞത് ഐശ്വര്യ കാരണത്തടിച്ച നടൻ അബ്ബാസ് ആണെന്നായിരുന്നു. കണ്ടുകൊണ്ടൻ എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലെ ഒരു ഗാനരംഗത്തിനിടെ അബ്ബാസ് ഐശ്വര്യയോട് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു ഗോസിപ്പുകൾ. ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ അബ്ബാസ് ഐശ്വര്യയെ അനാവശ്യമായി സ്പർശിക്കുകയും മറ്റും ചെയ്തുവെന്നും ആദ്യം അതെല്ലാം ഐശ്വര്യ ക്ഷമിച്ചു വിട്ടുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ അബ്ബാസ് അതിരുവിട്ട് പെരുമാറാൻ തുടങ്ങി. അതോടെ ക്ഷുഭിതയായ ഐശ്വര്യ അബ്ബാസിന്റെ കർണത്തടിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. ഇതോടെ നാണം കെട്ട നടൻ ദേഷ്യത്തോടെ കാരവാനിലേക്ക് കയറിയിരിക്കുകയായിരുന്നു. പിന്നീട് സംവിധായകൻ ഇടപെട്ട് അബ്ബാസിനെ കൊണ്ട് ഐശ്വര്യയോട് മാപ്പ് പറയിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് പിന്നിലെ വസ്തുത ഇതുവരെയും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. കണ്ടുകൊണ്ടനിൽ ഐശ്വര്യയ്ക്ക് അബ്ബാസുമായി റൊമാന്റിക് രംഗങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ് അബ്ബാസിന്റെ പേര് ചർച്ചയാക്കാൻ കാരണം എന്ന് മറ്റു ചിലർ കൗണ്ടർ വാദം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ഐശ്വര്യ ഒടുവിലായി അഭിനയിച്ചത് പൊന്നിയിൻ സെൽവനിൽ 2ാം ഭാഗത്തിലാണ്. ഇതിനിടെ ഐശ്വര്യയും അഭിഷേകും പിരിയുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മാസങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും ഒരുമിച്ച് പൊതുവേദികളിൽ എത്തിയതോടെ ഗോസിപ്പോടെ വായടപ്പിക്കുകയായിരുന്നു. ഐശ്വര്യ വീണ്ടും സ്ക്രീനിൽ കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഐശ്വര്യ തുടക്കം തമിഴ് സിനിമയിലൂടെയായിരുന്നു. 1997 പുറത്തിറങ്ങിയ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ ആയിരുന്നു ആദ്യ ചിത്രം. പിന്നാലെ ബോളിവുഡിലെത്തി. പിന്നീട് ഐശ്വര്യയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യൻ സിനിമയിൽ ഐശ്വര്യയുടെ സ്ഥാനം സമാനതകളില്ലാത്തതാണ്. ബോളിവുഡിലെ താരറാണിയായിരിക്കുമ്പോഴാണ് തമിഴ് ശങ്കറിന്റെ ജീൻസ്, രാജീവ് മേനോന്റെ കണ്ടുകൊണ്ടൻ തുടങ്ങിയ സിനിമകളിലും ഐശ്വര്യ അഭിനയിച്ചിരുന്നത്. ഈ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ബോളിവുഡിൽ തിരക്കായതോടെയാണ് ഐശ്വര്യ തമിഴ് വിടുന്നത്. എന്നാൽ പിന്നീട് 2010 രാവണൻ, എന്തിരൻ തുടങ്ങിയ സിനിമകളിലൂടെ തിരിച്ചെത്തുകയും ചെയ്തു. വർഷങ്ങളോളം തമിഴിൽ നിന്നും വിട്ടുനിന്ന ഐശ്വര്യ ഈ അടുത്ത് തിരികെ വന്നു. പൊന്നിയിൻ സെൽവനിലൂടെയായിരുന്നു ഐശ്വര്യ തിരികെ വന്നത്. ഏകദേശം 12 വർഷത്തിന് ശേഷമുള്ള ഐശ്വര്യയുടെ മടങ്ങിവരവ് കയ്യടി നേടിക്കൊണ്ടായിരുന്നു. ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളിലൂടെ മാത്രമല്ല ഓഫ് സ്ക്രീനിലെ വ്യക്തിത്വത്തിലൂടെയും ഐശ്വര്യ ആരാധകരെ നേടിയിട്ടുണ്ട്.